പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ തുടരുന്നു. പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിനിടെ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ സുരക്ഷാ സേന കണ്ടെത്തിയെന്നാണ് സൂചന. തെക്കൻ കാശ്മീരിലെ വനമേഖലയിൽ വെച്ച് ഭീകരരുമായി വെടിവെപ്പുണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, കൂടിക്കാഴ്ച ആരംഭിച്ചോ? എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? കാർത്തു, പാകിസ്ഥാനെതിരെ തിരക്കിട്ട നീക്കം തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായി അല്പസമയം മുമ്പാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച പൂർത്തിയായത്. ഇന്നലെ നടന്ന വിവിധ സേനയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ കൂടിക്കാഴ്ച ശേഷമാണ് പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച ഇന്നുണ്ടാകുന്നത്. അത് നിലവിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. എന്നാലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ഭീകരാക്രമണത്തിൽ 26 ജീവനുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ഇതുപോലൊരു തിരിച്ചടി അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ ഒരു മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യ ഒരു തിരക്കിട്ട നീക്കങ്ങൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കവും ഇപ്പോൾ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി അറബ് രാജ്യങ്ങളിൽ ചെന്ന് അല്ലെങ്കിൽ രാജ്യങ്ങളിൽ പാകിസ്ഥാനെതിരെയുള്ള തെളിവുകൾ നിരത്താൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അതിന്റെ ഭാഗമായി വിവിധ MP മാർ, ശശി തരൂർ അടക്കമുള്ള MP മാർ ഈ അറേബ്യൻ രാജ്യങ്ങളായ UAE അതുപോലെ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളെ സന്ദർശിച്ചേക്കുമെന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 26 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഇതൊരു പാകിസ്ഥാന് ഒരു തക്കതായ മറുപടി നൽകാൻ തന്നെയായിരിക്കാം ഇന്ന് നടന്ന യോഗത്തിൽ തീരുമാനം. എന്തായാലും അതൊരു അതീവ രഹസ്യ വിഷയമായതുകൊണ്ട് തന്നെ അത് കൂടുതൽ വിവരങ്ങളൊന്നും നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും പാകിസ്ഥാന് ഒരു ചൈനയുടെ ഒരു സഹായം ലഭിച്ചു എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. ചൈനയുടെ നൂതന മിസൈലായിട്ടുള്ള PL-15 ഇപ്പോൾ ചൈന പാകിസ്ഥാന് നൽകിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു. അതുപോലെ തന്നെ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു. അത് പ്രത്യക്ഷമായി തന്നെ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം കണക്കിലെടുത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ശക്തമാക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അതിന്റെ ഭാഗമായി 2016 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനായി ഒപ്പിട്ട കരാർ അതിന്റെ രണ്ടാം ഘട്ടമായി വീണ്ടും ഒരു കരാറിൽ ഇന്ന് ഒപ്പിടും. അതിന്റെ ഭാഗമായി വീണ്ടും ഒരു റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങാനുള്ള കരാറിൽ ഇന്ന് ഒപ്പിടാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഒരു പാകിസ്ഥാന് പിന്തുണ കൂടി വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാകാം ഇന്ത്യ ഇതുപോലെ ഒരു സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ റഫേൽ യുദ്ധവിമാനങ്ങൾ അടക്കമുള്ള സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത്. എന്തായാലും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഈ ഭീകരർക്കായി സുരക്ഷാ സേന പരിശോധന ഊർജിതമാക്കിയിരിക്കുകയാണ്. വിവിധ ഡ്രോണുകൾ അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തെക്കൻ കാശ്മീരിലെ വനമേഖലയോട് ചേർന്ന് ഇത് ഭീകരെ സേന കണ്ടെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടെത്തിയെന്നൊരു സൂചന പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായി തന്നെയാണ് ഇപ്പോൾ സുരക്ഷാ സേന പരിശോധന നടത്തി വരുന്നത്. എന്തായാലും ഇന്ന് നടന്ന നിർണായക യോഗത്തിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന നിർണായക യോഗത്തിൽ ഒരു പാകിസ്ഥാനെതിരെയുള്ള മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളെല്ലാം അല്ലെങ്കിൽ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തേക്കാം അല്ലെങ്കിൽ ചർച്ചയായേക്കാം എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നിലവിൽ പുറത്തുവരുന്നത്. എന്തായാലും ഈ പാകിസ്ഥാന് തക്കതായ മറുപടി നൽകാൻ തന്നെയായിരിക്കാം ഇന്നത്തെ ഒരു നിർണായക തീരുമാനം അല്ലെങ്കിൽ നിർണായക ചർച്ചയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കൂടി നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു. അതേസമയം തന്നെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നു. പ്രധാനമായും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഭീകരർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്നൊരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാലും ചൈന അടക്കമുള്ള തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ പ്രത്യക്ഷമായി തന്നെ ഇപ്പോൾ പാകിസ്ഥാനെ ഒരു പിന്തുണ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടിയാണുള്ളത്. എന്തായാലും ഈ പാകിസ്ഥാനെതിരെ ഒരു ലോകരാജ്യങ്ങളിൽ ഒറ്റപ്പെടുത്താനുള്ള നിർണായക നീക്കം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാർത്തു, ശരി, ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങളുമായി ചേർന്നത്.